എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഉൾപ്പെടെ 2 വിദ്യാർത്ഥികളെ എസ്ഐ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. മരട് എസ്ഐ സെബാസിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കഞ്ചാവ് ഉണ്ടോ എന്ന് ചോദിച്ചാണ് 16ഉം 22ഉം വയസ്സുള്ള സഹോദരങ്ങളെ മർദ്ദിച്ചത്. മർദ്ദിച്ച് അവശരാക്കിയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും കുടുംബം പറയുന്നു. സംഭവത്തിൽ ഡിജിപിക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകും. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. എന്തായാലും 2 വിദ്യാർത്ഥികൾക്ക് നേരെ മർദ്ദനമുണ്ടാകുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും. അതിലൊരാൾ പ്രായപൂർത്തിയാകാത്തതാണ് എന്നതും ഏറ്റവും ശ്രദ്ധേയമാകുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസിന്റെ ന്യായീകരണം എങ്ങനെ? ഇന്നലെ വൈകുന്നേരം 9:30 കൂടിയായിരുന്നു സംഭവം. 16ഉം 22ഉം വയസ്സുള്ള സഹോദരങ്ങൾ അവരുടെ അമ്മ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് ഉദയംപേരൂരിലുള്ള വീട്ടിലേക്ക് പോകും വഴിയാണ് രണ്ടാമത്തെ സഹോദരന്റെ ഫോൺ എടുത്തില്ല എന്നുള്ളൊരു കാര്യം ഇവർ ഓർത്തത്. ആ സമയത്ത് ഇവർ വഴിയരികിൽ വണ്ടി നിർത്തിയിരുന്നു. എന്നിട്ട് തിരിച്ച് അമ്മ വീട്ടിലേക്ക് പോകാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പോലീസ് ജീപ്പ് ആ വശത്തുകൂടി വന്നത്. ഉടൻ തന്നെ ഇവരെ പോലീസ് ഇറങ്ങി ഇവരോട് കാര്യം അന്വേഷിച്ചു. അപ്പൊ ഇവർ കാര്യം പറയുകയും ചെയ്തു. പക്ഷേ ഇവരുടെ കയ്യില് ഹെൽമറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോലീസ് പരിശോധന നടത്തി. മദ്യപിച്ചിട്ടില്ല എന്ന് അറിഞ്ഞു. ഉടൻ തന്നെ ഈ മൂത്ത സഹോദരന്റെ പോക്കറ്റിൽ കൈയിട്ടു. കഞ്ചാവ് ഉണ്ടോടാ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പോക്കറ്റിൽ കൈയിട്ടത്. ആ സമയം ഇളയ സഹോദരൻ പോലീസിനോട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇതാണ് പോലീസിന് പ്രകോപനമായത്. ഉടൻ തന്നെ എസ്ഐ സെബാസ്റ്റ്യൻ പോലീസ് ജീപ്പിൽ നിന്നും ഇറങ്ങി വന്ന ഇളയ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. ഒപ്പം ചെറിയ അഭിഷേകം നടത്തുകയും ചെയ്തു. അതിനുശേഷം നിന്നെ കൊല്ലുമട എന്ന് പറഞ്ഞാണ് രണ്ടുപേരെയും, ഇവരെ 2 സഹോദരങ്ങളെയും അതിക്രൂരമായി മർദ്ദിച്ച ശേഷം പോലീസ് ജീപ്പിലേക്ക് വലിച്ചിട്ടത്. ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക്, മരട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് കുട്ടികൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു തങ്ങൾ തെറ്റുകാരല്ല, തങ്ങളുടെ മാതാപിതാക്കളെ അറിയിക്കണം, ഫോൺ തരൂ എന്നൊക്കെ ചോദിച്ചിട്ടൊന്നും ഇവർ ഫോൺ നൽകാനൊന്നും തയ്യാറായില്ല. ആ സമയത്ത് ആ കുട്ടിയുടെ ഫോണിൽ തന്നെ മാതാപിതാക്കൾ വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് അറ്റൻഡ് ചെയ്യാൻ പോലും മരട് എസ്ഐ അനുവദിച്ചില്ല. അതിനുശേഷമാണ് ഈ കുട്ടികളുടെ കാര്യം മാതാപിതാക്കളെ വിളിച്ചറിയിച്ചത്. കുട്ടികളുടെ അച്ഛൻ പൊതുപ്രവർത്തകൻ, കോൺഗ്രസിന്റെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം അന്വേഷിക്കുമ്പോൾ പോലീസിനോട് അപമര്യാദയായി കുട്ടികൾ പെരുമാറി എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ മറുപടി. പിന്നീട് ഈ 16 വയസ്സുള്ള കുട്ടിയാണ്, അവൻ പ്രായപൂർത്തിയായില്ല, അവന് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തരുത് എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസിന് പെട്ടെന്ന് അവർ പരിഭ്രാന്തരാവുകയും ഉടൻ തന്നെ ഈ കേസ് ഇനി ഞങ്ങൾക്കെതിരെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു ഭീഷണി ഇവർക്ക് നേരെ ഉയർത്തിയത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച് അവശരായ ശേഷം ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തിയിട്ടും പോലീസ് ഭീഷണിപ്പെടുത്തി. ഡോക്ടറിനോട് പരിശോധിക്കാൻ കയറുന്നതിന് മുൻപ് തന്നെ ഇവരോട് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കൊല്ലും, നാളെ നിങ്ങൾ ജീവിച്ചിരിക്കില്ല എന്നുള്ളൊരു ഭീഷണി ഈ കുട്ടികൾക്ക് നേരെ ഉയർത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവരെ ആശുപത്രിയിൽ നിന്നും തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവരെ വിട്ടത്. ഉടൻ തന്നെ ഇവർ തൃപ്പൂണിത്തറയിലുള്ള ആശുപത്രിയിൽ വന്ന് തുടർ ചികിത്സയ്ക്കായി ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. എന്തായാലും മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ഉൾപ്പെടെ പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. നവമിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നവമിയെ തുടരുക. എന്തായാലും നവമി ആ കുട്ടികളുമായി സംസാരിച്ചിരുന്നു, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. താമരശ്ശേരി റോട്ടിൽ കൂടി ഞങ്ങൾ വന്നെയായിരുന്നു, പേട്ടയിൽ വെച്ചായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നെയായിരുന്നു. അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടിരിക്കണ വഴി എൻ്റെ അനിയൻ്റെ ഫോൺ വെച്ചെടുക്കാൻ മറന്നുപോയപ്പോൾ അവൻ എൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തിയപ്പോൾ എതിരെ പോലീസ് ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായില്ല പോലീസാണെന്ന്. അപ്പോൾ പോലീസ് അവരെ കണ്ടിരിക്കണമെന്ന് വിചാരിച്ച് അവർ നിർത്തിച്ച്. അപ്പോൾ ഇറങ്ങി വന്ന് എവിടെ പോകണമെന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ആദ്യം ചേട്ടൻ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പോയിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ SI എന്നെ വിളിപ്പിച്ച്. ഞാനപ്പോൾ പുള്ളിയുടെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞ് ഇന്ന അമ്മ വീട്ടിൽ പോയിട്ട് തന്നെയാണ്, ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴേക്കും ഫോൺ അവിടെ വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചേട്ടനാ ബാക്കിയുള്ള പോലീസുകാർ പിടിച്ച് വെച്ച് എന്താണ്ടൊക്കെ പറയണ കേട്ടോ. അപ്പോൾ ഈ പുള്ളി SI ഇറങ്ങി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി ചെന്ന് എന്താണ്ടൊക്കെ പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പിടിച്ചൊരടി കൊടുത്ത്. അപ്പം ഞാൻ ഓടിച്ചെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒപ്പമുള്ളവർ എന്നെയും പിടിച്ച് കയറി. ഞാൻ അവരോട് പറഞ്ഞ് സാറേ വീട്ടിൽ വിളിച്ച് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഫോൺ ചേട്ടൻ്റെ തട്ടിപ്പറിച്ച് മേടിച്ച് എന്നിട്ട് ചേട്ടനെ കൊണ്ട് ജീപ്പി കയറിന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഓടി SIയുടെ അടുത്ത് ജീപ്പിൻ്റെ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും പുള്ളിനെ ചെന്ന് ഒന്നും കൂടി പിടിച്ച് സാറെന്താണെന്ന് ചോദിച്ച് പറഞ്ഞ് എന്നെ ഉന്തിയിട്ടൊരടി വന്ന്. എൻ്റെ ഹെൽമെറ്റും ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് കയ്യിൽ ധരിച്ചു പോയി.
അടി കിട്ടി. എന്നിട്ട് എൻ്റെ ഷർട്ടിൽ കയറി പിടിച്ച് വലിച്ച് മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കൂലെന്ന് പറഞ്ഞ് തെറി പറഞ്ഞിട്ട് ജി പി കയറ്റിയിട്ട് ഒരു 2-3 ഇടിയും തന്ന് ചവിട്ടും കാലിയിട്ട് വെച്ച് തന്ന്. എന്നിട്ട് തെറി പറഞ്ഞ് ജീപ്പ് അടച്ചു. എന്നിട്ട് ജി പി കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തെറി പറഞ്ഞ് ഞാൻ മരട് SI ആടാ നിന്നെ കൊല്ലോടാ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ മരട് SI ആടാ നിന്നെ കൊല്ലോടാ എന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് നിങ്ങളെ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെ എപ്പോഴാണ് എത്തിച്ചത്? അവിടുന്ന് അപ്പം തന്നെ എത്തിച്ച്. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പറ്റൂലെന്ന് പറഞ്ഞു. മറ്റൊക്കെ അവിടെ വെച്ചേക്കണേന്ന് എല്ലാം അവിടെ റോട്ടിൽ കിടക്കണേന്ന്. അവരോട് എന്നിട്ടും ചെന്ന് കാര്യം പറഞ്ഞ് വീട്ടിൽ വിളിക്കാൻ കാര്യം പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പോയിട്ട് തന്നെയാണ്. ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നുമില്ല. എന്നിട്ട് അവർ കേൾക്കാനുള്ള അവർ കുറേ കഴിഞ്ഞ് അച്ഛനെ വിളിച്ച് തന്നെ ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും കുറേ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് വിളിച്ച് അച്ഛൻ വന്ന് കഴിഞ്ഞ് അവരോട് പറഞ്ഞിട്ടും എന്നിട്ടും പുള്ളി ഇതാക്കാനുള്ള. എന്നിട്ട് നിങ്ങളെ ആശുപത്രിയിലേക്ക് അവർ തന്നെയാണോ? അവർ തന്നെ ഉണ്ട്. ആദ്യം അവർ കൊണ്ടുപോകണ വഴിക്ക് അവർ മര്യാദക്ക് പറഞ്ഞ് അനിയന്മാരെ പോലെയാണ്, അപ്പം കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ തെറ്റിദ്ധരിച്ചെന്താണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് അവസാനം പറഞ്ഞ് മാറ്റി പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് പരാതിയൊന്നും പറയരുത്, മര്യാദക്കുള്ള രീതിയിൽ തന്നെ പറയണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഒരു സ്വഭാവം മാറ്റി ശരിക്കും റഫായിട്ട് തന്നെ പറഞ്ഞ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ജി പി കയറിയിട്ട് എൻ്റെ അടുത്ത് എന്താണ്ടൊക്കെ പറയാനുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, തിരിച്ചൊന്നും മിണ്ടാനൊന്നും പോയില്ല, മിണ്ടാണ്ടിരുന്നത്. കഴിഞ്ഞിട്ട് ചേട്ടനായിട്ട് വന്ന് തിരിച്ചവിടെ ചെന്ന് എന്നിട്ട് അതും കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് 1 മണി 1:30 എന്താണ്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഇട്ട് 2ാമത്തെ ദിനമായിട്ട് പോണത്. ഇടപെടലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ഒരു നല്ല രീതിയിലുള്ള ഇടപെടലല്ലായിരുന്നു, വളരെ മോശമായിട്ടുള്ള ഇടപെടലായിരുന്നു. ഞാനത് വിവരം അറിഞ്ഞ അവിടെ ചെല്ലുമ്പോൾ SI ഇല്ലായിരുന്നു, അദ്ദേഹം വെളിയിലായിരുന്നു പറഞ്ഞു. അപ്പം അവിടെ ഒരു പോലീസ് ദിനേശ് എന്ന് പറഞ്ഞൊരു പോലീസ് ഉണ്ടായിരുന്നു. ആ പോലീസ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, സംഭവിച്ചു, എന്തായാലും പിള്ളേർ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പം തന്നെ വിട്ടേര്, SI വന്നോട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ SI അദ്ദേഹം വന്നു കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ തന്നെ പുള്ളി നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെ കൊണ്ടു നടക്കണം, അതാണെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പിള്ളേർക്ക് എന്തൊരു ദോഷം ഉള്ള പോലെയാണ് പറയണത്. അത് SIയുടെ ഭാഗത്ത് വളരെ മോശമായിട്ട് തന്നെ ഒരു രക്ഷാകർത്താവെന്നുള്ളതൊക്കെ എന്നോട് പുള്ളിയുടെ പ്രതികരണം വളരെ മോശമായിട്ടുള്ള പ്രതികരണമായിരുന്നു. അതിനുശേഷം ഇവരെന്താ കാര്യം പറയുന്നത്? കുട്ടികളെ എന്തുകൊണ്ടാണ് പിടിച്ച് അല്ലെങ്കിൽ മർദ്ദിച്ചതിന്റെ കാരണം എന്താ അവർ പറയുന്നത്? ഒന്നും പറഞ്ഞില്ല. പോലീസിനോടുള്ള സമീപനം മോശമായിരുന്നു എന്നോട് SI പറഞ്ഞത്. ചീത്ത വിളിച്ചു, ഇതാണെന്നൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തെ അതൊന്നും പുള്ളി പറയുന്നില്ല. പോലീസിനുള്ള സമീപനം മോശമായിരുന്നു പറഞ്ഞ് പെറ്റി കേസ് എടുത്തേക്കുന്നത് തന്നെ അതാണ്, പോലീസിനോട് മോശമായ ഇതെന്ന് പറഞ്ഞാണ് പെറ്റി കേസ് എടുത്തത്. അത് 1:30 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് പോരണത്. 10:39 എന്നെ വിളിച്ചു പറഞ്ഞ് 2 മണിക്കൂറിന് മേലെ ഈ പിള്ളേരെ കൊണ്ട് അവിടെ നിന്നിട്ട് വിട്ടില്ല. ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് പറയുകയും കൂടി ചെയ്തു. എന്നിട്ട് പോലും എന്നോട് പറഞ്ഞു. എന്നെ അറിയുന്ന ആളുകളാണ് മുഴുവൻ, ബാക്കി ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും, SI ഒഴിയെ ബാക്കി എല്ലാവർക്കും അറിയാവുന്ന ആളുകളായിരുന്നു. വിദ്യാർത്ഥികളുടെ പിതാവിന്റെയും പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. പ്രത്യേകിച്ച് പ്രകോപനപരമായ കാര്യങ്ങളൊന്നുമില്ലാതെയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പെറ്റി കേസായാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന കാരണം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നതെന്നും ഇപ്പോൾ അവർ ചൂണ്ടിക്കാട്ടുകയാണ്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഇതിലിപ്പോൾ മർദ്ദനം മാത്രമല്ല കൊല്ലുമെന്നുള്ള ഭീഷണിയുണ്ട്. എന്തായാലും നിയമപരമായി